ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമായ പൊട്ടറ്റോ വെഡ്ജസ് ആണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഓവനൊന്നും വേണ്ട, ഒരു പാൻ മാത്രം മതി. ഇതിനായി ഞാനിവിടെ ഇടത്തരം വലിപ്പമുള്ള 4 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യം ഉരുളൻകിഴങ്ങിനെ തൊലിയോടെ തന്നെ നന്നായി തേച്ചുരച്ച് കഴുകണം. ഒട്ടും ചെളി ഉണ്ടാകാൻ പാടില്ല. ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയിൽ അധികമായി അഴുക്കുണ്ടെങ്കിൽ തൊലി ചെത്തിക്കളയാം. ഞാനിവിടെ തൊലി കളയാതെ തന്നെയാണ് അരിയുന്നത്. ആദ്യം കിഴങ്ങ് പകുതിയായി മുറിച്ച് ഓരോ പകുതിയും വീണ്ടും 4 കഷ്ണങ്ങളായി നീളത്തിൽ മുറിച്ചെടുക്കാം. ഈ ഒരു ആകൃതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി പൊട്ടറ്റോ 15 മിനിറ്റോളം തണുത്ത വെള്ളത്തിലിട്ട് വെക്കണം. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇതുവഴി അധികമുള്ള സ്റ്റാർച്ച് നീക്കം ചെയ്യാനും ഉരുളൻകിഴങ്ങിൻ്റെ നിറം മാറുന്നത് തടയാനും വെഡ്ജസ് കൂടുതൽ ക്രിസ്പിയാകാനും സഹായിക്കും. ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഉപ്പ് ചേർക്കുക. ഇനി തണുത്ത വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് വീണ്ടും 2-3 പ്രാവശ്യം കൂടി നന്നായി കഴുകിയെടുക്കുക. ഈ തിളച്ച വെള്ളത്തിലേക്ക് കിഴങ്ങ് ചേർക്കുക. ഒരു 5 മിനിറ്റോളം വേവിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം വെന്ത് പോകരുത്. വെന്താൽ പൊട്ടറ്റോ മിക്സ് ചെയ്യുമ്പോൾ ഒടിഞ്ഞു പോകും. വെഡ്ജസ് ഉണ്ടാക്കാൻ പ്രയാസമാകും. വെന്തതിന് ശേഷം വെള്ളം പൂർണ്ണമായും കളഞ്ഞ് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ തണുക്കാൻ വെക്കുക. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക. മിശ്രിതം അധികം ടൈറ്റ് ആകാനോ ലൂസ് ആവാനോ പാടില്ല. ഒത്തിരി ടൈറ്റ് ആയാൽ വെഡ്ജസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഉരുളൻകിഴങ്ങ് കഷ്ണങ്ങൾ ഈ മിശ്രിതത്തിൽ വളരെ പതുക്കെ ഇളക്കി കോട്ട് ചെയ്തെടുക്കാം. അധികമായിട്ടുള്ള മിശ്രിതം ഒന്ന് കൊട്ടിക്കളഞ്ഞിട്ട് എണ്ണയിലേക്കിടുക. പാനിൽ ഒരുമിച്ച് അധികം വെഡ്ജസ് ഇടാതിരിക്കുക. അപ്പോൾ ഓരോ വെഡ്ജസും ഒരുപോലെ ക്രിസ്പിയായി കിട്ടും.
മീഡിയം ഫ്ലെയിമിൽ വറുത്താൽ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമായ വെഡ്ജസ് കിട്ടും. ഓരോ വശവും ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇട്ട് വറുത്തെടുക്കാം. കണ്ടോ, ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.